Welcome to Plant Sapiens. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തത്. സോ എംബ്രിയോ സാക്ക് വരെയുള്ള ടോപ്പിക്ക് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ അത് ആദ്യം പോയിട്ട് കാണുക. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അടുത്ത ടോപ്പിക്കാണ് പോളിനേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഈ ഒരു ക്ലാസ്സിൽ എന്താണ് പോളിനേഷൻ, പോളിനേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഓട്ടോഗമി, സീനോഗമി, ഗീഗ്നോഗമി എന്നീ 3 പോളിനേഷൻ ടൈപ്സ് ആണ് എടുക്കുന്നത്. സോ എന്താണ് പോളിനേഷൻ? പോളിനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എവിടെ നിന്നാ പോകുന്നത്? ഫ്രം ദ മെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ ടു ഫീമെയിൽ പാർട്ട്, എനേബിളിംഗ് ദ ഫെർട്ടിലൈസേഷൻ ആൻഡ് സീഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മുടെ സ്പേം പോയിട്ട് എഗ്ഗിൽ ഫ്യൂസ് ചെയ്യുന്ന കാര്യം നമുക്ക് സുവോളജിയിലൊക്കെ പഠിക്കാനുണ്ടാവും അല്ലേ? മനുഷ്യന്മാരുടെ കേസിൽ സ്പേം പോയിട്ട് എഗ്ഗിൽ ഫ്യൂസ് ചെയ്യും. അതേപോലെ പ്ലാന്റിന്റെ കേസിൽ പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ആയിട്ടുള്ള ഓർഗൻ. മെയിൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പോളൻ ഗ്രെയിൻസ് ആണ്. ഈ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ പാർട്ട് ഏതാ? ആന്തർ എന്ന് പറയുന്ന ഫ്ലവർ പാർട്ടാണ്. ഓക്കെ, ഫ്ലവർ പാർട്ടായിട്ടുള്ള ആന്തർ. നമ്മുടെ ആൻഡ്രീഷ്യത്തിൽ ആന്തറിന്റെ സ്ട്രക്ചർ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ആന്തറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിൽ പോയിട്ട് വീഴണം. ഓക്കെ, ഇതവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ, ആ ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് ആണ് ഈ യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നത്. ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? കുറേ മെത്തേഡ്സ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ. ഇവിടെ നമ്മൾ പോളിനേറ്റേഴ്സ് വഴിയാണ് കൊടുത്തേക്കുന്നത്. അതായത് ബി ആണ് മെയിൻ ആയിട്ടുള്ള ഒരു പോളിനേറ്റർ. അതേപോലെ ബട്ടർഫ്ലൈ ഉണ്ട്, ചിലത് വിൻഡ് വഴി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പോളിനേഷൻസ് ഉണ്ട്. സോ ഏത് രീതിയിലായാലും ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? നമ്മളുടെ ആന്തറിൽ നിന്ന്, ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് ഏതെങ്കിലും പോളിനേറ്റേഴ്സ് വഴിയോ വിൻഡ് വഴിയോ വേറൊരു ഫ്ലവറിൽ എത്തിച്ചേരും. ആ ഫ്ലവറിൽ എത്തിച്ചേർന്നിട്ട് എവിടേക്കാ വന്ന് വീഴേണ്ടത്? സ്റ്റിഗ്മ. നമ്മൾ കാർപ്പിൽ പഠിച്ചപ്പോൾ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഓവറിയിൽ എത്തിയാലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ആ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തന്നെ ആവണമെന്നില്ല, സെയിം ഫ്ലവറിലും വന്ന് വീഴാം. ഈ പോളൻ ഗ്രെയിൻസ് ഇതിലുള്ള സ്റ്റിഗ്മയിൽ തന്നെയും വീഴാം. ഓക്കെ, അത് പല ടൈപ്പ് ഉണ്ട്, അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. സോ ഇതാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോളിനേഷൻ്റെ ടൈപ്പ്. പോളിനേഷൻ മെയിൻലി ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെൽഫ് പോളിനേഷൻ, രണ്ടാമത്തേത് ക്രോസ് പോളിനേഷൻ. സെൽഫ് എന്ന് വെച്ചാൽ എന്താ? സ്വന്തമായിട്ട്. Pollen is transferred within the same flower or between the flower of same plant. ഇതാണ് സെൽഫ് പോളിനേഷന്റെ രണ്ട് ഫിഗർ. ഒന്ന് എന്താ? ഒരു ഫ്ലവറിന്റെ, ഒരു പൂവിന്റെ ഒന്നിൽ ആ ഒരു സെയിം ഫ്ലവറിൽ തന്നെ ഉള്ള പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ തന്നെ പോയി വീഴുന്നതാണ് ഒന്നാമത്തെ ടൈപ്പ്. ദെൻ നെക്സ്റ്റ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് സെയിം പ്ലാന്റിലുള്ള ഒരു 2 ഫ്ലവർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ഫ്ലവറിലുള്ള പോളൻ നെക്സ്റ്റ് ഫ്ലവറിൽ തന്നെ, സെയിം പ്ലാന്റ് ആണ് ഇവിടെ. ഓക്കെ, അങ്ങനെ 2 സെൽഫ് പോളിനേഷൻ ഉണ്ട്. ദ നെക്സ്റ്റ് വൺ ക്രോസ് പോളിനേഷൻ ആണ്. പോളൻ ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്. 2 സെയിം സ്പീഷീസ് ആയിട്ടുള്ള ഫ്ലവർ തന്നെ, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് തമ്മിലായിരിക്കും പോളിനേഷൻ നടക്കുക. അത്തരം പോളിനേഷൻ ആണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ദെൻ പോളിനേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ പോളൻ ഗ്രെയിൻസ് പോളിനേഷന് സഹായിക്കുന്ന ആൾക്കാർ, പോളൻ ഗ്രെയിൻസിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. അത് പല ടൈപ്പ് ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ആനിമൽസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് പോളിനേഷൻ. കുറേ ആനിമൽസ് ഉണ്ട്, ബീസ്, ബട്ടർഫ്ലൈസ്, ബേർഡ്സ്. അതേപോലെ വാട്ടറിലൂടെയുള്ള പോളിനേഷൻസ് ഉണ്ട്, വിൻഡ് വഴിയുള്ള പോളിനേഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പോളിനേഷനും ഉണ്ട്. സോ ഇതാണ് ബ്രോഡ് ആയിട്ടുള്ള പോളിനേഷന്റെ 2 ടൈപ്പ്. ദെൻ അടുത്തത് പോളിനേഷൻ ടൈപ്പ് നമ്മൾ പഠിക്കാനുള്ളത്, ഈ പോളൻ ഈ സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റെമിലേക്ക് വീഴുന്നത് 3 വിധത്തിലാണ്. സ്റ്റെമിനിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് വീഴുന്നത് 3 വഴികളിലൂടെയാണ്. ഓക്കെ, 3 മെയിൻ വേസ് ഉണ്ട്. ആ 3 മെയിൻ വേസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേത് ഓട്ടോഗമി. അതിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്, ക്ലീസ്റ്റോഗമിയും ചാസ്മോഗമിയും. ദെൻ നെക്സ്റ്റ് വൺ ഗീഗ്നോഗമി, ദെൻ അല്ലോഗമി അല്ലെങ്കിൽ സീനോഗമി. അല്ലോഗമി ഒരു ബ്രോഡർ ടേം ആണ്, അതിന്റെ കുറച്ച് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടേം ആണ് സീനോഗമി എന്ന് പറയുന്നത്. ദെൻ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്നാമത്തത് ഓട്ടോഗമിയാണ്. ഓട്ടോ എന്ന് വെച്ചാൽ ഓട്ടോഗമി ഒരു ടൈപ്പ് സെൽഫ് പോളിനേഷൻ മെത്തേഡാണ് ഈ ഒരു ഓട്ടോഗമി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ എന്താണ് ഓട്ടോഗമി? പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം anther to stigma of same flower. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട ടേം? സെയിം ഫ്ലവർ. ഒരു പൂവിൽ ഞാൻ പല ടൈപ്പ് സെൽഫ് പോളിനേഷൻ രണ്ടെണ്ണം പറഞ്ഞില്ലേ, അതിൽ ഒരു പൂവിൽ നിന്ന് അതേ പൂവിലുള്ള പോളൻ ഗ്രെയിൻ അതേ സ്റ്റിഗ്മയിൽ തന്നെ പോയി വീഴുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. അതാണ് ഓട്ടോഗമി. ഓക്കെ, ഇതൊരു സെൽഫ് പോളിനേഷൻ മെത്തേഡാണ്. ഇതൊരു സെൽഫ് പോളിനേഷൻ ആണ്. Autogamy ensures pollination even in the absence of pollinators. ആ ഒരു സെയിം ഫ്ലവറിൽ തന്നെയാണ് വീഴേണ്ടത്. അപ്പോൾ അവിടെ പോളിനേറ്റേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ല. ഒരു പൂമ്പാറ്റ വന്നിട്ട് പോളിനേഷൻ നടത്തേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ആ സെയിം ഫ്ലവറിൽ തന്നെയാണല്ലോ, ചെറിയ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ പോളിനേറ്റിംഗ് ഏജൻസിന്റെ ആവശ്യം അങ്ങനെയില്ല. ഇനി ഒരു ഓട്ടോഗമി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് രണ്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവറും ചാസ്മോഗാമസ് ഫ്ലവർ ആണ്. ഓക്കെ, സോറി അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ചെയ്യാത്ത ഫ്ലവർ വിച്ച് ഡു നോട്ട് ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ എപ്പോഴും മൂടി നിൽക്കുന്ന ഫ്ലവേഴ്സിനെയാണ് ആക്ച്വലി ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഓട്ടോഗമി മാത്രമേ പോസിബിൾ ആവുള്ളൂ. എല്ലാ ടൈം ഓൾവേസ് സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ. അതായത് ഓട്ടോഗമി മാത്രമേ നടക്കുള്ളൂ. ക്രോസ് പോളിനേഷൻ ഒരു ചാൻസും ഇല്ലാത്ത ആളാണ് നമ്മുടെ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ. ക്ലോസ്ഡ് ആയിട്ടുള്ള വിച്ച് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. ഇനി ചാസ്മോഗാമസ് ഫ്ലവർ എന്ന് പറയുന്നത് ഓക്കെ, അവ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തറും സ്റ്റിഗ്മയും ആയിരിക്കും. അവിടെ സെൽഫും നടക്കാം ക്രോസും നടക്കാം. ഓക്കെ, അതാണ് ക്ലീസ്റ്റോഗ്യാമസും ചാസ്മോഗാമസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. ഇത് രണ്ടും ഒരുമിച്ച് കാണുന്ന ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വയോള എന്നൊക്കെ പറയുന്ന പ്ലാന്റ് രണ്ടും ഒരുമിച്ച് കാണുന്നതാണ്. അതേപോലെ നമ്മളുടെ ഈ ഒരു ഓട്ടോഗമിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീറ്റ് ഒക്കെ ഇല്ലേ, വീറ്റ്, പീ, അങ്ങനെയുള്ള ഹിബിസ്കസ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ എന്താ ഓട്ടോഗമിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് വീറ്റ്, പീ ഒക്കെ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ദെൻ നെക്സ്റ്റ് വൺ രണ്ടാമത്തേതാണ് ഗെയ്റ്റ്നോഗമി. അപ്പോൾ ഈ ഒരു ഗെയ്റ്റ്നോഗമി എന്ന് പറയുമ്പോൾ രണ്ടും മാറിപ്പോകരുത്. ഗെയ്റ്റ്നോഗമി ഇൻവോൾവ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു അനദർ ഓഫ് സെയിം പ്ലാന്റ്. ഓക്കെ, ഇവിടെ സെയിം പ്ലാന്റ് തന്നെ പക്ഷെ ഡിഫറെൻറ്റ് ഫ്ലവർ ആയിരിക്കും. ഓക്കെ, ഇതാവഴി ഈ ഒരു പിക്ചർ നോക്കിയാൽ മതി. ഇതൊരു സെയിം പ്ലാന്റ് ആണ് അല്ലേ. സെയിം പ്ലാന്റിൽ തന്നെയുള്ള രണ്ട് ഫ്ലവർ, അതിൽ ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലേക്കുള്ള പോളിനേഷൻ അതിലുള്ള സ്റ്റിഗ്മയിൽ പോയി ബൈൻഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഗെയ്റ്റ്നോഗമി എന്ന് പറയുന്നത്. While it uses pollinators, the pollen is genetically identical to the recipient flowers of the stigma. ഓക്കെ, പക്ഷെ ഇവിടെ പോളിനേറ്റേഴ്സിന് യൂസ് ചെയ്യാതെ ചിലപ്പോൾ നടക്കാം. ഓക്കെ, ഇവിടെ നടക്കുമ്പം ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ ബാക്കിയുള്ള സ്റ്റിഗ്മയായിട്ട് ജനറ്റിക്കലി രണ്ടിന്റെ സ്റ്റിഗ്മയായിട്ട് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കണം കേട്ടോ. Functionally, it is cross pollination, but genetically it's similar to self pollination. ചില കേസിൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് ഫ്ലവർ ആണ്, ചില കേസിൽ ക്രോസ് പോളിനേഷൻ എന്ന് പറയാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസ് ഇവ സെൽഫ് പോളിനേഷൻ പോലെയാണ്. കാരണം എന്താ, ജനറ്റിക്കലി അവ സിമിലർ ആണ്. ഇനി ഗെയ്റ്റ്നോഗമിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെയിൻലി മെയ്സ്, കോണിലൊക്കെയാണ് നടക്കുക. ഓക്കെ, മെയ്സിലാണ് ഗെയ്റ്റ്നോഗമി മെയിൻ ആയിട്ട് നടക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് സീനോഗമി അല്ലെങ്കിൽ അല്ലോഗമി. അല്ലോഗമി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ബ്രോഡർ ആയിട്ടുള്ള ടേം ആണ്. ഓക്കെ, ബ്രോഡർ ടേം ആണ്. അതിൽ വരുന്ന കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടേം ആണ് സീനോഗമി എന്ന് പറയുന്നത്. ഇതൊരു ക്രോസ് പോളിനേഷൻ മെത്തേഡ് ആണ്. ഡിഫറെന്റ് പ്ലാന്റ്സിലുള്ള ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ഒരു സെയിം സ്പീഷീസ് തന്നെ ആയിരിക്കും. ഇതൊരു ഫ്ലവർ, ഇത് മറ്റൊരു ഫ്ലവർ. അപ്പോൾ ഒരു ഫ്ലവറിൽ നിന്ന് ഈ ഒരു ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാണ്, പോളിനേറ്റേഴ്സ് അത്യാവശ്യമാണ്. ഇതിൽ പോളിനേറ്റേഴ്സിന്റെ സഹായത്തോടുകൂടി വേറൊരു ഫ്ലവർ ഓഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്, അടുത്ത പ്ലാന്റിന്റെ ഡിഫറെൻറ്റ് പ്ലാന്റിന്റെ ഒരു സ്റ്റിഗ്മയിൽ വന്ന് ബൈൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബൈൻഡ് ചെയ്യാന്നല്ല, വന്ന് വീഴാണ്. അപ്പോൾ വരുന്ന ആ ഒരു പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ജനറ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും വരിക. ഓക്കെ, പോളിനേഷനിൽ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടാണ് നമ്മൾ സീനോഗമീനെ കാണുന്നത്. സീനോഗമി ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജസ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആസ് ഇറ്റ്സ് പ്രൊമോട്ട് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റിയും വേരിയേഷനും ഒക്കെ ഉണ്ടായാലാണ് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ സീനോഗമിയാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിലും ജനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കുന്നത്, സോ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പോളിനേഷൻ എന്ന് പറയുന്നത് സീനോഗമിയാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു പോളിനേഷനിൽ പറയാനുള്ളത്. താങ്ക് യു.